നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് പന്തളത്ത് നമ്മുടെ കുരമ്പാലയിലാണ്. ഇവിടെ നമുക്ക് രാകേഷ് കൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു അതുല്യ പ്രതിഭയെ നമുക്ക് പരിചയപ്പെടാം. കാരണം നമുക്കൊക്കെ ഇൻസ്പിറേഷൻ ആകുന്ന കലാകാരനാണ്. സെറിബ്രൽ പാൾസി എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥയിൽ നിന്നുകൊണ്ട് ഒരു സിനിമ എഴുതുകയും ആ സിനിമ സംവിധാനം ചെയ്യും. ഈ മാസം 29-ാം തീയതി ആ സിനിമ റിലീസാകുകയാണ്. സിനിമയുടെ പേര് കളമറ്റി 24 എന്നാണ്. ഈ മാസം 29-ാം തീയതി സിനിമ റിലീസാകുകയാണ്. നമുക്ക് ആ കലാകാരനെ ഒന്ന് പരിചയപ്പെടാം. രാകേഷ് നമസ്കാരം. രാകേഷ് ഒരുപാട് പേർക്ക് ഭയങ്കര മോട്ടിവേഷനാണ് രാകേഷ്. എത്ര വർഷത്തെ സ്വപ്നമാണ് രാകേഷ് ഇത്? 12 വർഷം. 12 വർഷത്തെ സ്വപ്നമാണ് ഇപ്പോൾ സിനിമയായിട്ട് വരാൻ. എല്ലാം കഴിഞ്ഞു, സിനിമയുടെ എല്ലാം കഴിഞ്ഞ് ഈ മാസം 29-ാം തീയതി തിയേറ്ററിൽ ഇറങ്ങും. ഈ മാസം 29-ാം തീയതി തിയേറ്റർ റിലീസാവും. അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നു ജീവിതത്തിൽ തിയേറ്റർ റിലീസ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചായിരുന്നോ? അത് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അതിന് കാരണമുണ്ട്. ഞാനിപ്പം OTTക്ക് വേണ്ടി പ്ലാൻ ചെയ്തതാണ്. OTTക്ക് വേണ്ടി പ്ലാൻ ചെയ്തത്. പക്ഷേ ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് പ്രതിസന്ധികളും ഒക്കെ ഉണ്ടായ ശേഷമാണ് നമ്മുടെ മന്ത്രി സതീശ്വരനെ പോയി കണ്ടതിന് ശേഷമാണ് ഇതൊരു തിയേറ്ററിൽ സാധിച്ചു. വീണ്ടും സജി ചെറിയാനോടുള്ള ഇഷ്ടവും സ്നേഹവും ഒരു ബിഗ് സല്യൂട്ട് വീണ്ടും കൊടുത്തോണ്ട്. അപ്പം ശരിക്കും അത്രയും സപ്പോർട്ട് സാറും തന്നിട്ടുണ്ട് നമുക്ക്. തീർച്ചയായും. വീട്ടിലെ സപ്പോർട്ട് എങ്ങനെയാണ്? എല്ലാവരും സപ്പോർട്ട്. വീട്ടിലാരൊക്കെയാണ് ഉള്ളത്? അച്ഛൻ, അമ്മ, പിന്നെ പെങ്ങളുണ്ട്. പെങ്ങളെ കല്യാണം കഴിച്ചു. പെങ്ങളെ കല്യാണം കഴിഞ്ഞു. പിന്നെ അവരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. ഈ ഏറ്റവും കൂടുതൽ പ്രശ്നം എന്ന് പറയുന്നത് ലൊക്കേഷനിൽ ഡയറക്ടർ എന്നുള്ള രീതിയിൽ ആർട്ടിസ്റ്റുകൾക്ക് കമ്മ്യൂണിക്കേഷൻ ആണല്ലോ ഏറ്റവും. ഇപ്പം നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കണമല്ലോ. ആ ഒരു അവസ്ഥ എങ്ങനെയായിരുന്നു? അപ്പോൾ ഈ ഒരു ഇത് ബുദ്ധിമുട്ടുള്ളതാണ്. അതൊന്നും എനിക്ക് നമ്മൾ ആർട്ടിസ്റ്റൊക്കെ ആദ്യം പറഞ്ഞു നോക്കും. അപ്പം ആദ്യമൊക്കെ അവർക്ക് ചിലപ്പം മനസ്സിലാവത്തില്ല. ആദ്യം പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് മനസ്സിലാവില്ല. പക്ഷെ അവർ ഇങ്ങോട്ട് ഇൻവോൾവ് ആകുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് കൃത്യമായി പറയും. എവിടെ ഷോട്ട് വെക്കും, എവിടെ ഫ്രെയിം വെക്കും, എവിടെ കട്ട് പോകും, ഇത് കൃത്യമായിട്ട് പറയും. പറഞ്ഞതിന് ശേഷമാണ് അപ്പോൾ അവർക്ക് മനസ്സിലാവും. പക്ഷേ ചില ഡൗട്ട് ചോദിക്കും. ഈ സീനിൻ്റെ കണ്ടിന്യൂസ് ആണല്ലോ. അപ്പം ഇത് അവിടെ ചെല്ലുമ്പം കണ്ടിന്യൂസ് വരും. അപ്പം ഇതിങ്ങനെ പോകണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. അവർക്ക് ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായെങ്കിലും പിന്നെ ചെല്ലാൻ. രാകേഷേ, സിനിമാ സ്വപ്നം ഏകദേശം ഇങ്ങനെ ഏതായാലും പൂർത്തിയായി അല്ലേ? 29-ാം പൂർത്തിയാവും. സിനിമാ സ്വപ്നം പൂർത്തിയായി രാകേഷിൻ്റെ. ഇനിയും കുടുംബജീവിതം, അതായത് ഇപ്പം അത് ആഗ്രഹമുണ്ടോ? ഒരു ഭാര്യ, 2 മക്കൾ, അങ്ങനെ ഒരു ആഗ്രഹമുണ്ടോ? കുടുംബജീവിതത്തെ ആഗ്രഹിക്കില്ലല്ലോ. ആഗ്രഹമില്ല, അതാ ചോദിച്ചത്. പ്രണയം വല്ലതും ഉണ്ടോ രാകേഷ്? എനിക്ക് അങ്ങോട്ട് പ്രണയം തോന്നിയിട്ടുണ്ട്. ഇങ്ങോട്ട് പ്രണയം കിട്ടിയിട്ടില്ല. അതൊക്കെ അതൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നെ ഞാൻ ഒരുപാട് എനിക്കിഷ്ടമുള്ളതൊക്കെ ഉണ്ടായിരുന്നു. പ്രണയം തോന്നുന്നു പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ എൻ്റെ റിപ്ലൈ ഭയങ്കര എത്രയും അതുപോട്ടെ, സാരമില്ല. രാകേഷിനെ ഇഷ്ടപ്പെടുന്ന, രാകേഷിനെ സ്നേഹിക്കുന്ന ഒരാളുണ്ടാവും. അവർ രാകേഷിൻ്റെ ജീവിതത്തിലേക്ക് വരും. എന്തായാലും ദൈവം തീരുമാനിക്കുന്നില്ല ഓരോ കാര്യം. അതെ, എന്ന് പറഞ്ഞാൽ രാകേഷിനെ ഇഷ്ടപ്പെടുന്ന അതുപോലെ നടക്കട്ടെ. അപ്പം അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. എനിക്ക് സിനിമയാണ് എൻ്റെ മുഖ്യ ലക്ഷ്യം. സിനിമയാണ് എൻ്റെ കാമുകി. കാരണം ഇപ്പം നമുക്ക് ഇപ്പം ഇത്രയും ആരോഗ്യ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടല്ലോ. ആ ഒരു പരിമിതിക്കകത്ത് നിന്നുകൊണ്ടാണല്ലോ ഈ സിനിമകൾ ചെയ്തേക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ അതിൻ്റേതായ ഒരു നമ്മളെ കളിയാക്കൽ അതൊക്കെ ഉണ്ടായിട്ടുണ്ട് ജ്യോതി. കളിയാക്കൽ എന്ന് പറയുന്നത് നമ്മളിപ്പം സിനിമയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട് ഒത്തിരി പേര്. കാരണം സിനിമയെ ലൊക്കേഷൻ വെച്ചിട്ട്, സിനിമയുടെ ലൊക്കേഷൻ വെച്ചിട്ട്, വേറെ സിനിമയുടെ ലൊക്കേഷൻ വെച്ചിട്ട് നിങ്ങളെ ലൊക്കേഷൻ ഉണ്ടായിരുന്നു. നമ്മൾ അറിയാവുന്ന ഒരാളുണ്ട്. പുള്ളി അവിടെ നിന്ന് ആർട്ടിസ്റ്റൊക്കെ വിളിച്ചു പോയതാണ്. അടുത്ത് മലയാള കൊണ്ടുവരാൻ പോകുന്നു ഇവന്. അതായത് വേറൊരു സിനിമയുടെ ലൊക്കേഷൻ നിങ്ങൾ ചെല്ലുമ്പോൾ അവിടെ വെച്ച് മറ്റ് ആർട്ടിസ്റ്റിനോട് അദ്ദേഹം വിളിച്ചു പറയുകയാണ്, അടുത്ത സിനിമയിൽ ഞാൻ കൊണ്ടുവരാൻ പോകുന്നത് ഇദ്ദേഹത്തെയാണ്. നിങ്ങളെ കളിയാക്കുന്ന പോലെ. കളിയാക്കിയല്ല, എന്നെ അറിയാവുന്ന ആളാണ്. നമുക്ക് ഭയങ്കര ഞാൻ വിചാരിച്ചു ആത്മാർത്ഥമായിട്ട് പറയുന്നതായിരിക്കും. ആത്മാർത്ഥമായിട്ട് പറയുന്നതായിരിക്കും. സന്തോഷിച്ചു. നിങ്ങളിതൊന്നും അറിയാൻ നിങ്ങൾ സന്തോഷിച്ചു. ശരി. അത് അവരെ കുറ്റമല്ല. എന്നെ ആദ്യമായിട്ട് കാണുന്നൊക്കെ ഉണ്ടാകുന്ന ഒരു സംഭവം. മനുഷ്യനല്ലേ, ആരും ആയിക്കോട്ടെ, അവൻ കളിയാക്കണ്ട. നിങ്ങൾ ഒന്നും പറഞ്ഞില്ലേയും
മനസ്സ് വേദനിപ്പിക്കുന്നത്. മനസ്സ് വേദനിപ്പിക്കരുത്. അതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം. നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും വേറെ ആളുടെ മനസ്സ് വേദനിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഈ ഒരുമിച്ച് നിന്നിട്ട് കൂടെ നിന്നിട്ട് അവസാന നിമിഷമൊക്കെ ചതിച്ചിട്ട് പോയിട്ടുള്ള അങ്ങനെയൊക്കെയുള്ള അനുഭവം ഉണ്ടോ ഇതിനകത്ത്? അതൊക്കെ അനുഭവങ്ങളല്ലേ ജീവിതത്തിലെ അനുഭവങ്ങളാണ്. നമുക്ക് അവരെ എങ്ങനെ വിറക്കാൻ പറ്റത്തില്ല. കാരണം അവരൊക്കെ എങ്ങനെ ചെയ്യുന്നുണ്ടാവാം. ഞാൻ ഇപ്പം എൻ്റെ പടം തിയേറ്ററിൽ എനിക്ക് പറ്റിയത് അവരോടുള്ളൊരു വാശിയും വാശിയും വ്യക്തിപരമായിട്ടല്ല, നമുക്ക് എനിക്ക് എൻ്റെ ജീവിതത്തിൽ വാശിയായി. ഈ പടം അങ്ങനെ ഇടയ്ക്ക് ഒരുപാട് തവണ നിന്ന് പോകേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഷൂട്ടിംഗ് തുടങ്ങി, ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞു. അത് അവിടെ കുറച്ച് പ്രശ്നമുണ്ടായി. പക്ഷേ അതിന് ശേഷം ഇത് ഇവിടെ എത്തിക്കാൻ അതിൻ്റെ 100 മടങ്ങ് പ്രശ്നങ്ങളുണ്ടായി. അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അത് വല്ലാത്തൊരവസ്ഥയാണ്. അതൊക്കെ അനുഭവം. അല്ല, അത് നിന്ന് പോയപ്പോൾ എന്തായിരുന്നു ഒരു മാനസികാവസ്ഥ? എന്തായിരുന്നു? സത്യം പറഞ്ഞാൽ നമുക്ക് എല്ലാം നിന്നുപോയി. സാമ്പത്തികമില്ലായ്മ, കുറേ പ്രശ്നങ്ങളുണ്ടായി. ശരിക്കും ജീവിതം നമുക്ക് മുന്നോട്ട് എങ്ങനെ പോകും എന്ന് നമ്മുടെ ജീവിതത്തിൽ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് പോകുന്നുണ്ട്. ജീവിതം വേണ്ടെന്ന് വിചാരിച്ച ആ നിമിഷമുണ്ട്. ജീവിതത്തിലെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടിട്ട് ഇനി ജീവിതം മുമ്പോട്ട് പോകത്തില്ല എന്ന് പറയുന്നൊരു പോയിന്റ്. പോയിന്റ് അനുഭവിച്ചവർക്കറിയാം. ഇനിയിപ്പം ഇത്രയും നാളും കഷ്ടപ്പെട്ടിട്ടും ഒന്നും അങ്ങോട്ട് ചെന്നില്ലല്ലോ, ഇനി അങ്ങോട്ട് പോകാൻ പറ്റുമോ? അന്നേരം എന്താ തോന്നിയത്? സൂയിസൈഡ് നമുക്ക് ജീവിതം വേണ്ടേ തീരുമാനിച്ച് നിർത്തിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് പോകാൻ പറ്റുമോ? അന്നേരം എന്താ തോന്നിയത്? സൂയിസൈഡ് നമുക്ക് ജീവിതം വേണ്ടേ തീരുമാനിച്ച് നിർത്തിയിട്ടുണ്ട്. ആത്മഹത്യക്ക് ശ്രമിച്ചോ? പലപ്പോഴും ചിന്തിച്ചു. പക്ഷേ ആ ചിന്തകളൊക്കെ മടിയാണ്. ആ ചിന്തിച്ചപ്പം ഞാൻ ഒരു കാര്യം ചിന്തിച്ചു, നമ്മൾ എൻ്റെ ഇത്രയൊക്കെ എത്തിയില്ലേ, അതിന് മുൻപ് പോവാം. അതാണ്, ഇത്രയും നമ്മൾ എത്തി, ഇനി നമ്മൾ മുമ്പോട്ട് പോകും എന്നുള്ളത് വീണ്ടും ഒരു കോൺഫിഡൻസ് വന്നു. അത് വേറൊന്നുമല്ല, നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ജീവിതത്തിൽ മുന്നിൽ കാണിച്ച് ഒരു വഴി കഴിഞ്ഞാൽ അടുത്ത വഴി, പല വഴിയും ശ്രമിച്ചു. ഒരു വഴി പോകുമ്പോൾ അടുത്ത വഴി നമുക്ക് തെളിഞ്ഞു തരും. അത് പ്രകൃതിയുടെ നിയമമാണ്. അതായത് നമ്മുടെ ഒരു സ്വപ്നം, നമ്മുടെ ഒരു തീവ്രമായ ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ പ്രകൃതി നമ്മോട് കൂടെ നിൽക്കും എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും സത്യമായിട്ടുള്ള ഉദാഹരണമാണ് ഇത്. രാകേഷ്, നിങ്ങൾ ഭയങ്കര ഇൻസ്പിറേഷനാണ് കേട്ടോ നമുക്ക് തരുന്നത്. ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ ഞാൻ പറയട്ടെ, ഞാൻ പോയിട്ടുണ്ട് കഥ പറയാൻ. ഞാൻ കഥ പറയാൻ 1 or 2 എടുത്ത്, ഒരുപാടെടുത്ത് ഞാൻ പോയിട്ടില്ല, 1 or 2 എടുത്ത് ഞാൻ കഥ പറയാൻ പോയിട്ടുള്ളൂ. പക്ഷേ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് മുമ്പോട്ട് പോകുമ്പോൾ ആ വഴി തുറക്കില്ല എന്ന് നമുക്കങ്ങ് തോന്നിയിട്ട് നമ്മൾ പിന്നോട്ടങ്ങ് മാറുകയാണ്. അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവിടെയാണ് നിങ്ങൾ ഇത്രയും പരിമിതിയിൽ നിന്നുകൊണ്ട് ഒരു സിനിമ എഴുതി അത് ഡയറക്റ്റ് ചെയ്തു, അതിപ്പോൾ 29 റിലീസ് ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അത് ഭയങ്കര ഇൻസ്പിറേഷനാണ്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും നിങ്ങൾ കൊടുക്കുന്ന ഒരു ഇൻസ്പിറേഷൻ ഭയങ്കരമാണ്. അതാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ എന്തായാലും എല്ലാവിധ ആശംസകളും സാധിച്ചു. ഇനിയിപ്പോൾ ഉള്ള ആഗ്രഹം എന്ന് പറയുന്നത് മലയാള സിനിമയിലെ മുൻനിര താരങ്ങളെ വെച്ചുകൊണ്ട് ഒരു വലിയ സിനിമ ചെയ്യാൻ കഴിയട്ടെ. ആ സിനിമ സൂപ്പർ ഹിറ്റ് ആവട്ടെ. ഞാൻ നമ്മുടെ ജോജു കഥ പറഞ്ഞിട്ടുണ്ട്, ജോജു ജോർജിൻ്റെ അടുത്ത് കഥ പറഞ്ഞിട്ടുണ്ട്, ഷൈൻ ടോം ചാക്കോയുടെ കഥ പറഞ്ഞിട്ടുണ്ട്. കഥ പറഞ്ഞൊക്കെ ഒരുമാതിരി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കഥ പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ പ്രൊഡക്ഷൻ ഓണാക്കാൻ പറ്റത്തില്ല. അതായത് പ്രൊഡക്ഷൻ ഓണാക്കാൻ വേണ്ടി ഈ ഒരു സിനിമ അതിനൊരു കാരണമാകട്ടെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ എല്ലാവിധ ആശംസകളും. തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കാണണം. സിനിമയെ സ്നേഹിക്കുന്ന, കലാകാരന്മാരെ സ്നേഹിക്കുന്ന ആളുകൾ ഈ സിനിമ തിയേറ്ററിൽ പോയി കാണണം എന്ന് ഞാനും പറയുന്നു. ഞാൻ എന്തായാലും സിനിമ കാണും ഉറപ്പായിട്ടും. രാകേഷ്, എല്ലാവിധ ആശംസകളും. അപ്പോൾ രാകേഷേ, പ്രേക്ഷകരുടെ എന്താ പറയാനുള്ളത്? ഈ മാസം 29-ാം തീയതി വെള്ളിയാഴ്ച എൻ്റെ പടം റിലീസാണ്. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ആ സിനിമയുണ്ടാകും. നിങ്ങൾ പടം തിയേറ്ററിൽ തന്നെ പോയി കാണണം. അതാണ് നിങ്ങൾ എനിക്ക് തരുന്ന ഏറ്റവും വലിയ സപ്പോർട്ട്. ഓക്കെ, എല്ലാവരും കലാകാരന്മാരെ സ്നേഹിക്കുന്ന എല്ലാവരും, സിനിമയെ സ്നേഹിക്കുന്നവർ ഈ സിനിമ കാണണം, വിജയിപ്പിക്കണം.